നമ്മൾ സ്ട്രാറ്റജി ബിൽഡറിലേക്ക് വന്നു. ഇവിടെ നമ്മൾ ഓൾറെഡി സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തു. സ്ട്രാറ്റജിയുടെ പേരെന്താണ്? ഷോർട്ട് സ്ട്രാങ്കിൾ. സ്ട്രാങ്കിൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താ പറയുക, ഒരു മേൽക്കൂര പോലെ ഇരിക്കുന്ന ഒരു രീതിയാണ് സ്ട്രാങ്കിൾ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ മണി. ഇപ്പോൾ ATMൻ്റെ ഒരു നിശ്ചിത അകലത്തിൽ നിന്നും ഔട്ട് ഓഫ് ദ മണി കോളും ഔട്ട് ഓഫ് ദ മണി പുട്ടും സെല്ല് ചെയ്യുന്നതിനെയാണ് സ്ട്രാങ്കിൾ എന്ന് പറയുന്നത്. അത് ഇന്ന സ്ട്രൈക്ക് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഒരേ പ്രീമിയത്തിൽ വരുന്ന സ്ട്രൈക്ക് ആകുമ്പോൾ രണ്ട് കോൾ സൈഡിൻ്റെയും പുട്ട് സൈഡിൻ്റെയും പ്രീമിയം ഏതാണ്ട് ഒരേ മാതിരി വന്നാൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് മേൽപോട്ടേക്ക് പോയാലും താഴ്പോട്ടേക്ക് പോയാലുള്ള മാക്സിമം പ്രോഫിറ്റ് കിട്ടാവുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് ശേഷം ഇങ്ങടേക്ക് വന്നാലും നമ്മൾ ലോസിൽ പോകത്തില്ല എക്സ്പയറി ഡേയിൽ. പക്ഷെ നമുക്ക് ലഭിക്കാവുന്ന പ്രോഫിറ്റിൻ്റെ ലെവൽ കുറഞ്ഞ് അപ് ടു എത്ര വരെയാണ്? 10% താഴ്പോട്ടേക്ക് വന്നാൽ വരെ പോലും ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് 10% ഈ പറയുന്ന 13 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു. നമ്മൾക്ക് 10% താഴെ പോയാൽ പോലും നമുക്ക് എത്ര രൂപ നമുക്ക് ലോസിലല്ല, നമ്മൾ 85 രൂപ പ്രോഫിറ്റിൽ നമ്മൾ നിൽക്കും. അത്രയൊന്നും ഒരു കാരണവശാലും താഴ്പോട്ടേക്ക് വരില്ല. ഇനി അതേ കണ്ടീഷനിൽ 11% മുകളിലേക്ക് പോയാലും നമ്മൾ 225 റുപ്പീസ് പ്രോഫിറ്റിൽ നമ്മൾ അവസാനിപ്പിക്കും. പക്ഷെ ഒരിക്കലും ഇവിടെ നിന്ന് പ്രൈസ് ഇങ്ങനെ പോകത്തില്ല. പ്രൈസ് എങ്ങനെ പോവുക? കുറച്ച് ഇങ്ങനെ പോയാൽ വീണ്ടും കുറച്ച് ഇങ്ങോട്ടേക്ക് വരും, വീണ്ടും ഇങ്ങനെ പോയാൽ വീണ്ടും ഇങ്ങോട്ടേക്ക്, അങ്ങനെ അങ്ങോട്ടേക്കും പോകുമ്പോൾ നമ്മുടെ എടുത്തിരിക്കുന്ന സെൽ ലെഗ് എന്ത് സംഭവിക്കും? അതിൻ്റെ പ്രീമിയം DK കാരണം കുറച്ചായിട്ട് കുറയാനുള്ള സാധ്യതയും കൂടുതലായിട്ടുള്ള പ്രോഫിറ്റിലേക്ക് വരാനുള്ള ചാൻസും കൂടും. ഒരു പോയിന്റ്. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.